ലൈവിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഡെയിലി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ്. അതിന് ഡെയിലി ടാസ്ക് എന്താണെന്ന് പറയാം. മറ്റേ പൈ വാല്യൂ ഇല്ല 3.14, ആ ഒരു വാല്യൂവിൽ വരുന്ന മൊത്തം നമ്പറുകളും ആക്ടിവിറ്റി ഏരിയയിൽ പോയി കാണാതെ പഠിച്ചിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് പറയണം. അതാണ് ഇന്നത്തെ ഡെയിലി ടാസ്ക്. ഇതൊരു മെമ്മറി ഗെയിം ആയതുകൊണ്ട് തന്നെ ഒരു ഫൗള് പരിപാടിയും നടക്കത്തില്ല. ഫൗള് വല്ലതും ചെയ്യുവാണെങ്കിൽ തന്നെ ബിഗ് ബോസ് പൊക്കും. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ടാസ്ക് ചെയ്തത് പീപ്പിൾസ് ടീമാണ്. 3 പേരിൽ അൻസിബ ഒഴികെയുള്ള 2 പേര് മികച്ച രീതിയിൽ തന്നെ സംഭവം ഓർത്തെടുത്ത് പറയുന്നുണ്ട്. നോറയ്ക്കും ശ്രീധുവിനും ഭയങ്കര മെമ്മറിയാണ്. ശ്രീധുവിനോട് 2 തവണ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. 2 തവണയും ശ്രീധു കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. അൻസിബയോട് 3 തവണ ചോദിച്ചു, 3 തവണയും തെറ്റി. അൻസിബ ലാസ്റ്റ് പറഞ്ഞതിൽ കുറെയൊക്കെ ശരിയായിരുന്നു. 2 മാത്രമാണ് പറയാതിരുന്നത്. അതും കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ അൻസിബ സെറ്റായിരുന്നു. അപ്പോ നമ്മുടെ പുതിയ പ്രണയ ജോഡികൾ അർജുൻ ജാസ്മിൻ ഇവരൊരു ഉടായ്പ ഒപ്പിക്കാൻ നോക്കിയിട്ട് ബിഗ് ബോസ് കൈയോടെ പൊക്കി. നിങ്ങളുടെ വേല ഇവിടെ നടക്കത്തില്ല എന്ന് ബിഗ് ബോസ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. 2 പേര് ഒരു വളിച്ച ചിരിയും ചിരിച്ചോണ്ടാണ് ഇരിപ്പുണ്ടായിരുന്നു. ഐലൈനർ രഹസ്യമായിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് കൊണ്ടുപോയാൽ ആരും കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. 70 ക്യാമറകൾ ഇവിടെ ഉണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞു. അതോടെ 2 കൂടി അതെടുത്ത് ആ ടേബിളിലോട്ട് വെച്ചു. ഉടായ്പ് കണ്ടാൽ ബിഗ് ബോസ് പൊക്കിയിരിക്കും. ഇനിയിപ്പോൾ ടണൽ ടീമാണ് മത്സരിക്കാൻ പോകുന്നത്. ഇവരെങ്ങനെ ചെയ്യുമെന്ന് ആർക്കറിയാം. സായിയും നമ്മുടെ അപ്സരയും പിന്നെ അതേപോലെ സിജോയുമാണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയിരിക്കുന്നത്. അതിന്റെ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.